സവാരി ഗിരിഗിരിയിൽ നാലാമത്തെ ചോദ്യം എടുത്തോ. സിനിമയിൽ കുഞ്ഞമ്മാവ എന്ന കഥാപാത്രം അവതരിപ്പിച്ച അബൂബക്കറുമായി ബന്ധമുള്ള കലാകാരൻ ആരാണ്? എ നവാസ് കലാഭവൻ, ബി റഹ്മാൻ കലാഭവൻ, സി സൈനുദ്ദീൻ. നവാസ് കലാഭവൻ. എനിക്ക് തോന്നുന്നതല്ല, അത് തന്നെയാണ് കാര്യം. നവാസ് കലാഭവൻ. നവാസ് കലാഭവനെ ഞാൻ എടുത്തിട്ട് ശരിക്കും ധൈര്യമായിട്ട് പൂട്ടി ലോക്ക് ചെയ്ത് വെച്ചിരിക്കും. ഒരു ചെറിയൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ വീട്ടിൽ ഭക്ഷണം വെക്കുന്നത് നവീനാണോ അതോ സിനിയാണോ? കൂടുതലും സത്യം പറയണം. സത്യം പറയണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ നോൺ വെജ് ആണ് കൂടുതൽ താല്പര്യമുള്ളത്. അത് കണ്ടാ അറിയാമല്ലോ. അപ്പൊ പച്ചക്കറി കഴിച്ച് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. നായര് വീട്ടിൽ നിന്ന് ഇപ്പൊ കംപ്ലീറ്റ് നോൺ വെജ് ആക്കി കളഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എന്ത് മേടിച്ചു കഴിഞ്ഞാലും, ചിക്കൻ മേടിച്ചു കഴിഞ്ഞാല് എന്ത് മേടിച്ചു കഴിഞ്ഞാലും വാഷ് ചെയ്ത് കഴുകി കുട്ടപ്പനാക്കി നല്ല എന്താ പറയുക നല്ല ഫ്രഷ് ആക്കി പുള്ളിക്കാരിക്ക് അങ്ങനെ വെച്ചു കൊടുക്കും. പുള്ളിക്കാരി അതിൽ കുറെ മസാലപ്പൊടി ഇതൊക്കെ ഇട്ട് പിന്നെ ഇളക്കാൻ ഞാൻ ഭയങ്കര ബെസ്റ്റാണ്. പറയട്ടെ ഇല്ലെന്ന് ആ ഇതിന്റെ ഉള്ളിൽ ചേർക്കുന്ന എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല. പക്ഷെ അത് കഴുകുന്നത് ഇളക്കുന്നത് നിങ്ങൾ ഇളക്കുന്ന ആ ഡ്യൂട്ടി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ഇടയ്ക്ക് എടുത്ത് ടേസ്റ്റ് നോക്കണം, എന്തൊക്കെയാണ് കുറഞ്ഞത് എന്ന് ടേസ്റ്റ് നോക്കാനായിട്ട്. ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഉപ്പും മസാലപ്പൊടിയൊക്കെ കറക്റ്റ് പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട്. അല്ല, മാക്സിമം ഞാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇല്ലെന്ന് സിനി പറയട്ടെ. ആണോ സിനി? കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഫേവറേറ്റ് ഐറ്റം ചിക്കൻ കറിയാണ്. ഉറപ്പിച്ചോ? അതല്ലേ നമ്മുടെ ആരോഗ്യത്തിന്റെ. കോഴിയാണല്ലേ? അങ്ങനെയല്ല, കോഴിയാണ് കഴിക്കാൻ ഇഷ്ടം. ചുമ്മാ പറഞ്ഞ കേട്ടോ. എന്തായാലും അതൊരു ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ലൈഫിൽ, കുക്കിംഗ് അറിയുക എന്ന് പറയുന്നത്. ഞാൻ കണ്ടിട്ടുള്ളതിൽ നമ്മുടെ ഒന്ന് രണ്ട് വ്യക്തികളുണ്ട്. ഒന്ന് IV ശശിയേട്ടൻ. ഞാനിപ്പം ഈ ഫീൽഡിൽ വന്നിട്ട് 10-42 വർഷമായി. അപ്പം ഞാൻ ഒരുപാട് പേരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അതിൽ കുക്ക് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് ശശിയേട്ടൻ, IV ശശി. അസാധ്യമായിട്ട് കുക്ക് ചെയ്യും. അതായത് അടുക്കളയിലോട്ട് കയറി കഴിഞ്ഞാൽ അദ്ദേഹം ഇറങ്ങത്തേ ഇല്ല, നമുക്കെല്ലാം ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കും. അത് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അല്ല, അതൊരു കല തന്നെയുണ്ട് സത്യം. പിന്നെ രണ്ടാമത് BBK മേനോൻ, പ്രൊഡ്യൂസർ. അദ്ദേഹം ഇതുപോലെ തന്നെയാണ്. സിനിമ റിലീസ്, നാളെ റിലീസ്, ഒരു 25 ലക്ഷം രൂപ വേണം, പൈസ കയ്യിലില്ല. അപ്പോഴും പുള്ളി നല്ല രീതിയിലുള്ള സാധനങ്ങൾ കുക്ക് ചെയ്തിട്ട് എന്നെ, ശ്രീകുട്ടാ നിനക്ക് നല്ലൊരു സാധനം ഉണ്ടാക്കുന്നൊരു കാര്യം. അപ്പം ഞാൻ ചോദിച്ചു പൈസ ഇവിടെ, അതൊക്കെ പരിപാടി അത്. പിന്നെ മോഹൻലാൽ നന്നായിട്ട് കുക്ക് ചെയ്യും. പിന്നെ മണിയം പിള്ളരാജു. പിന്നെ എല്ലാത്തിനും മേളിൽ ആനന്ദ് ഏട്ടൻ എന്നൊരു പ്രൊഡ്യൂസറുണ്ട്, പഴയ പ്രൊഡ്യൂസറാണ്. നമ്മുടെ അഗ്നിദേവനൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ലാസ്റ്റിൽ. ചേട്ടനും നന്നായിട്ട് കുക്ക് ചെയ്യും. ഇവരൊക്കെ ഈ മെയിൽ കുക്കുകളിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല പാചകക്കാരാണ്. അതെ അതെ അതെ. ഇപ്പോൾ ഒരാളെയും കൂടി കിട്ടി. ഇപ്പൊ ഒരാളെ നവീൻ. എന്താണ് ഈ അറക്കൽ എന്ന് പറഞ്ഞ എല്ലാ കാര്യത്തിനും അറച്ചു നിൽക്കൂ? അതല്ല, അറക്കൽ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ക്ഷത്രിയ രക്തമാണല്ല. അപ്പൊ എല്ലാം അറത്ത് അങ്ങനെയല്ല, അല്ലെ അറുത്ത കൈക്ക് ഉപ്പ് കഴിക്കത്തില്ല. അങ്ങനെയല്ല. ഈ ഇത് ഫീൽഡിൽ വന്നപ്പോൾ എൻ്റെ ഫുൾ നെയിം നവീൻ തോമസ് എന്നാണ് ഒഫീഷ്യൽ നെയിം. അപ്പൊ ഈ നവീൻ തോമസ് എന്ന് പറഞ്ഞ ഒരു പഞ്ചുണ്ടാവില്ല. ഇപ്പൊ റിമ്മ കല്ലിങ്കൽ, സാന്ദ്ര വള്ളൂക്കാരൻ എന്നൊക്കെ പറഞ്ഞ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ നവീൻ അറക്കൽ എന്നുള്ള ആ വീട്ടുപേര് എന്തുകൊണ്ട് ചേർത്തുകൂടാ എന്നാലോചിച്ച് നോക്കിയപ്പോ കുഴപ്പമില്ല. സംഭവം ആ പേര് വന്നപ്പോ മിക്കവരും അറക്കൽ എന്ന് വിളിക്കാറുണ്ട്. അറക്കൽ എവിടെയാണ് എന്നൊക്കെ പറയാം. ഒരു സുഖം, മനസ്സിലൊരു സുഖം. അപ്പം നവീൻ അറക്കൽ. അറക്കൽ ഇങ്ങനല്ലേ? അറക്കൽ എങ്ങനെ? അല്ല, നവീൻ അറക്കൽ. ഇത് വെട്ട് അല്ല, കുറെ നേരമായിട്ട് നവീൻ അറക്കൽ, നവീൻ അറക്കൽ. ഇല്ല, അത് ഞാൻ മാറ്റി. നവാസ് കലാഭവൻ ശരി ഉത്തരമാണ്. കൺഗ്രാജുലേഷൻ. അപ്പം ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നവീൻ്റെ ഫാമിലി, സിനി, അപ്പു, മോള്, എല്ലാവർക്കും ഒരുപാട് നന്ദി. കാരണം അടുത്ത ചോദ്യം, അടുത്ത സെക്ടർ രാജമാണിക്യം എന്നുള്ളൊരു സെഗ്മെൻറ്റിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ക്ലൂ ഇല്ല, 10 സെക്കൻഡേ ഉള്ളൂ. അയ്യോ, ഫൈനൽ ക്വസ്റ്റ്യനാണ്. ക്ലൂ ഇല്ല. അത് അവർക്ക് ഇരിക്കാനും പറ്റില്ല, അവർക്ക് ഇരിക്കാനും ആരുമില്ല. നമ്മൾ രണ്ടുപേരും മാത്രം, പണി പാളി. നമ്മൾ രണ്ടുപേരും മാത്രം ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതാണ്. ഓക്കെ, ക്ലൂ ഒന്നുമില്ല, നമ്മൾ രണ്ടുപേരും മാത്രം ഈ ചോദ്യത്തിന് ഉത്തരം പറയും. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. രാജമാണിക്യം കയറിയാലോ?
കേറാ. രാജമാണിക്യം. ചോദ്യം: വാത്സല്യം എന്ന സിനിമ റിലീസ് ചെയ്ത വർഷം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 10, 9, 8, 7, 6, 5, 4, 3, 2. 93. 8ാം ക്ലാസ്. ഞാൻ 8ാം ക്ലാസ്സിലായിരുന്നു, എനിക്ക് ഉറപ്പുണ്ട്. 93 ആവും. കറക്റ്റാ. ടൈം കറക്റ്റായിട്ട് തീർന്നപ്പോഴാണ് പറഞ്ഞത്. തീർന്നു, ഏതാണ്ട് കറക്റ്റായിരുന്നു. 1ലും 0ൻ്റെ ഇടയ്ക്ക് പറഞ്ഞു. അയ്യോ, അത് കാരണം എനിക്ക് അറിഞ്ഞൂടാ. 93 എന്ന് പറഞ്ഞു, പക്ഷേ ഈ ടൈം only 10 seconds. ഒന്നിലാണ് പറഞ്ഞത്. ഒന്നിലാ പറഞ്ഞത്. ഞാൻ ശ്രദ്ധിച്ചു ഇവിടുന്ന്. ആണോ? ഒന്നിങ്ങനെ മറിയണതിന് മുമ്പേ ഞാൻ പറഞ്ഞു. എന്താ ചെയ്യാ? പോയാ? ഈ നവീനുണ്ടല്ല, കാണുന്ന പോലൊന്നും അല്ല, പുലിയാടാ പുലി. Congratulations, your answer is correct. 20,000 രൂപ സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുന്നു.